ഹലോ, നമസ്കാരം. വഹാബ് സാറാണോ? അതെ. സാർ, ഞാൻ സരിത എസ് നായരാണ്. സാർ, 2-3 പ്രാവശ്യമായിട്ട് എൻ്റെ പേര് വളരെ മോശമായിട്ട് മതപ്രഭാഷണങ്ങളിൽ വലിച്ചരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഫേസ്ബുക്കിലൊക്കെ കണ്ടിരുന്നു. അപ്പൊ അതിന്റെ വാസ്തവം എനിക്കറിയില്ല. കാര്യം ഞാൻ സാറിന്റെ ഇത് നേരിട്ട് കണ്ടിട്ടില്ല. ഈ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയാസിലൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആയതുകൊണ്ട് ഞാൻ നേരിട്ടൊന്ന് വിളിച്ച് ചോദിക്കാന്ന് വിചാരിച്ചുള്ളൂ. സാർ അങ്ങനെ സംസാരിച്ചിട്ടുള്ളതാണോ? അതെ, സോറി. ഞങ്ങൾ നമ്മളെ പ്രസംഗത്തിൽ എന്തെങ്കിലും മാഡത്തിന് വിഷമം വന്നെങ്കിൽ മാഡം ക്ഷമിക്കണം. മാഡത്തിനെ ഉദ്ദേശിച്ച ഒരു പരാമർശം അല്ല, എന്നെ തെരുവ് പട്ടിന്നാണ് വിളിച്ചത്. ഞാനത് കേട്ടിരുന്നു. അല്ല, അതല്ല, അത് മാഡത്തിനല്ല, നമ്മളെ പ്രസ്ഥാനത്തിലൊരാളെയാണ് നമ്മളത് ഉദ്ദേശിച്ചത്. അതെങ്ങനെയാണ്? അല്ല 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 പ്രസ്ഥാനത്തിലല്ല. ഞാനത് ശ്രദ്ധിച്ച് കേട്ടിരുന്നു. ഞാൻ നന്നായി ശ്രദ്ധിച്ചിരുന്നു വഹാബ് സാറെ. ഞാനൊരു 7-8 പ്രാവശ്യം ഞാനത് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ നമ്പറിൽ നേരിട്ട് വിളിച്ചത്. ഞാനൊരു പ്രസംഗം ഇന്നലെ നടത്തിയത്. അത് ഞാനത് ചെയ്തിട്ടുള്ളത് കൃത്യമായി നിങ്ങളെ വാട്സപ്പിൽ ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ടെങ്കിൽ ഞാനത് വിട്ടുതരാം. ഇല്ല, ഞാൻ വാട്സപ്പ് യൂസ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലല്ല. എനിക്ക് എന്റെ സുഹൃത്തിന്റെ വാട്സപ്പിലാണ് ഇത് വന്നിട്ടുള്ളത്. ഞാൻ അവളുടെ വാട്സപ്പിൽ ഞാൻ ഇത് കണ്ടു. ഇപ്പൊ ഞാൻ ആ നമ്പർ തന്നാൽ ഞാൻ ഇന്നലെ നമ്മള് നമ്മളെ ഉദ്ദേശമല്ല. അതിന്റെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട് ഇതേപോലുള്ള ആളുകൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയ രംഗത്തോ സാമൂഹ്യ രംഗത്തോ വിഷമങ്ങൾ വന്നാൽ അവർക്ക് ചെയ്യേണ്ട പ്രതികാരങ്ങളും പ്രതിരോധം അവർക്ക് ചെയ്യാം. അവരല്ല നമ്മൾ ഉദ്ദേശിച്ചത്. നമുക്ക് ആരോടും പ്രതിരോധമോ പ്രതികാരമോ ഒന്നുമല്ല. നമ്മളുടെ ജീവിതത്തിൽ വന്നത് നമ്മൾ സംസാരിച്ചതായിട്ട് രാഷ്ട്രീയപരമായിട്ട് എനിക്ക് യാതൊരു പാർട്ടിയുടെ ബാക്കപ്പിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളല്ല. എന്റെ വ്യക്തിപരമായ വിഷയങ്ങളാണത്. ആദ്യം ആരെ പറ്റിയിട്ടും നമ്മൾ സംസാരിച്ചാലും അവരെ എന്താണെന്നൊന്നും മനസ്സിലാക്കണം. തെറ്റ് ചെയ്തവരെ നമ്മൾ ന്യായീകരിച്ചിട്ട് കാര്യമില്ല. പക്ഷെ എപ്പോഴാണെങ്കിലും സഭ്യമായ ഒരു ഭാഷ നമ്മൾ യൂസ് ചെയ്താൽ അത് എവിടെയും നമുക്കൊരു വിലയായിരിക്കും. ആരെയും തെരുവ് നായെന്നും ഒന്നും വിളിക്കാൻ ആർക്കും അവകാശമില്ല. കാര്യം നമ്മളെല്ലാം മനുഷ്യരാണ്. എനിക്ക് ഒരു നിമിഷം വഹാബ് സാറേ, എനിക്ക് സാറിന്റെ കൂട്ടും സാറിന്റെ വൈഫിന്റെ കൂട്ടും ഉമ്മയുടെ കൂട്ടും ബാപ്പയുടെ കൂട്ടും ഒക്കെ 2 കൈയും 2 കാലും അതേപോലത്തെ തലച്ചോറുള്ളൊരു തലയുള്ളൊരു സ്ത്രീയാണ്. അപ്പം എന്നെ കണ്ട പട്ടിന്ന് തോന്നാൻ എനിക്ക് വാലില്ല. അതാദ്യം മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയൊന്നും പറയരുത്. പിന്നെ എന്തിനാണ് എന്റെ പേര് യൂസ് ചെയ്തത് ഞാൻ ചോദിക്കട്ടെ? മതപ്രഭാഷണ വേലകളിൽ ഒറ്റ മിനിറ്റ്. മതപ്രഭാഷണത്തിന് ഞാനൊരു കാര്യം ചോദിച്ചു. മഹാസോർ, ഒറ്റ മിനിറ്റ്, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പം ജാതി മതം അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ. അതൊന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയങ്ങളില്ല. അതൊക്കെ ഒരു വിഷയത്തെ അവിടെ നിൽക്കട്ടെ. മതപ്രഭാഷണം എന്ന് പറയുമ്പോൾ നമ്മള് പടച്ചോനെ കുറിച്ചും ഖുർആനെ കുറിച്ചും ആൾക്കാർ ചെയ്യേണ്ട നല്ല നല്ല കാര്യങ്ങളെ കുറിച്ചും, അത് ഏത് മതമായാലും, അത് നമ്മളിപ്പം ഭഗവത്ഗീതയാണെങ്കിലും എല്ലാം അതിനെ പറ്റിയിട്ടായിരിക്കും സംസാരിക്കേണ്ടത്. അല്ലാതെ നാട്ടിലുള്ള സ്ത്രീകളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയിട്ടോ സ്വന്തം പാർട്ടിക്കകത്തോ അല്ലെങ്കിൽ വ്യക്തിത്വത്തിനകത്തോ സമുദായത്തിനകത്തോ നടന്ന പുരുഷന്മാരെ പറ്റിയിട്ടോ ഒന്നും സംസാരിക്കാൻ നമുക്ക് അവകാശമില്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ കടന്ന് കയറ്റമാണ്. അതൊന്നും ചെയ്യാൻ പാടില്ല. പറഞ്ഞോളൂ, കേക്കാം. അതെ, എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളൊരു സംഘടനാപരമായ സംഘത്തിൽ ഒരാള് ഇങ്ങനെയുള്ളൊരു തെറ്റെടുത്തപ്പോൾ നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ ചെയ്തൊരു പ്രയോഗമാണ്. അതെന്നെ നിങ്ങൾ ഉദ്ദേശിക്കാമെന്നൊരു പ്രചരിപ്പിച്ചപ്പോൾ ഞാൻ ഇന്നലെ എന്റെ പ്രസംഗത്തിൽ എത്തിയിട്ടുണ്ട്. അവരെ നമ്മൾ അപമാനിച്ചില്ല, അവരെ നമ്മൾ ഉദ്ദേശമല്ല, അവരെ ചെയ്യാൻ നമുക്ക് ബാധകമല്ല. നമ്മൾ മതരംഗത്തരം കൈ നിൽക്കുന്ന ആളുകളെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഞാനത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. വേറെ ഒരു കാര്യം വഹാബ് സാർ, ഇപ്പം സാർ ചിലപ്പം അങ്ങനെ എന്താ പറയാ ഒരു മുൻപോട്ട് വരുമ്പോ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അത് ഞാൻ ഊഹിക്കുന്നു. പക്ഷെ എന്നാലും നമ്മള് ചിലപ്പോ ഒരു സ്റ്റേജിന്റെ അല്ല, ഞാൻ നിങ്ങളെ വ്യക്തിപരമായി കാണുകയോ നിങ്ങളുടെ സമുദായക്കാരെ ആക്ഷേപിക്കുകയോ എന്റെ ഒരു അറിവിൽ ഈ കേരളത്തിൽ രാഷ്ട്രീയത്തിൽ
ചെയ്തിട്ടുള്ളതോ ഒരു ഇതുമില്ല. ഞാൻ ഇന്നേ വരെ ഞാൻ ഒരു ജാതി ഒരു മതം എന്ന് പറഞ്ഞ് ഒരാൾക്കാരെടുത്തും സംസാരിക്കുകയോ ഒരു പൊതുവേദികളിൽ ഹർട്ട് മേഡം കട്ടിയ കേസിൽ അതെന്തെങ്കിലും പ്രസംഗത്തിന് സ്വാഭാവികമായി വരുന്ന ഒരു പ്രയോഗത്തിൽ അങ്ങനെ വന്നു. അത് ചിലരെ ചെയ്തു അങ്ങനെ വ്യാഖ്യാനിച്ചിട്ട് ഞാൻ ഇന്നലെ അത് ചെയ്യാണ്ട് ഞാനത് സംസാരിച്ചത്. പക്ഷെ എനിക്ക് വിഷമമുണ്ട്. ഞാൻ പറയട്ടെ, നമ്മളിപ്പം അങ്ങനെയൊക്കെ തിരിച്ചു പറയുകയാണെങ്കിൽ വിഷമം വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഫോൺ പറയണം. കാരണം നിങ്ങളോട് നമുക്കൊരു വൈകാരികമല്ല, ഒരു വാശി നിങ്ങളോട് നമ്മൾ പഠിക്കേണ്ട കാര്യം നിങ്ങൾ ഈ വിഷയത്തിലൊന്നും കട്ടിയല്ല. അതുകൊണ്ട് എന്തെങ്കിലും എന്റെ സംസാരത്തിൽ നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ ഞാനത് സോറി പറയാം. ഞാൻ ഒരുപാട് നിങ്ങളോട് സോറി പറയാം. കാരണം നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം മതപരമായും അനുവദനീയമല്ല, വ്യക്തിപരമായും ചെയ്യേണ്ട കാര്യം പറ്റും. ശരി, ഞാൻ അറിഞ്ഞു. എന്റെ ക്യാരക്ടർ അറിയാലോ. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വിളിച്ചു ചോദിച്ചത്. കാര്യം മൂന്നാമതൊരു കക്ഷിയോ അല്ലെങ്കിൽ മൂന്നാമതൊരു വ്യക്തിയോ ഒന്നും ഇടപെടാതെ ഞാൻ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചത് തന്നെ. ഇനി ഒരാൾ പറഞ്ഞ് കൂട്ടി പ്രശ്നങ്ങളിലേക്ക് വലിച്ചെറിക്കപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. കാര്യം ഞാൻ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. മാഡം പറയൂ. ചെയ്യാൻ പറ്റിയത് ഒന്ന് നിങ്ങളോട് നമ്മൾ സോറി പറയണം. രണ്ട് ഞാൻ ഇന്നലെ തന്നെ അത് ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങളിപ്പോൾ മതപരമായി നമുക്ക് നിങ്ങളെ വേദനിപ്പിക്കുന്നുള്ളത് ദൈവത്തിന്റെ ശിക്ഷയുള്ള കാര്യം. നിങ്ങൾക്ക് തന്നെ നമ്മളെ വേദനിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രസംഗത്തിൽ വന്ന ഒരു ശൈലിയിൽ അങ്ങനെ ഒരു പ്രയോഗം വന്നു. അതെന്നെ തെരുവ് കൊച്ചു നിങ്ങൾ ഉദ്ദേശിച്ചതല്ലയാണ്. അത് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളെ സംഘടനാ എതിരാളികൾ അതിനുവേണ്ടി എന്താണ് ഉപയോഗപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങളോട് നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചിരിച്ചതുകൊണ്ട് നിങ്ങളോട് വ്യക്തിപരമായി നമ്മൾ ദൈവത്തിന്റെ മുന്നിൽ നിങ്ങളൊരു മാനഹാനിയോ നിങ്ങളൊരു അവകാശം എന്റെ കാരണം കൊണ്ടൊരവസ്ഥ എന്ന് പറഞ്ഞാൽ മതപരമായി തന്നെ വിളിച്ചാണ്. അത് ഇവിടുത്തെ കോടതി മാത്രമല്ല എന്റെ ദൈവത്തിന്റെ മുന്നിൽ ഞാനത് ചിന്തയാണ്. അതുകൊണ്ട് നിർവാഹി ഞങ്ങളോട് നിങ്ങൾക്ക് ആ വിഷയത്തിൽ വ്യക്തികളായി വന്ന ബന്ധപ്പെട്ടിന് ഞാൻ നിങ്ങളോട് സോറി പറയാം. ഇപ്പം ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ വട്ടത്തിരിക്കാനല്ലേ ഉള്ളൂ. ശരി, വളരെ മനസ്സിലാക്കി പറയുന്നത്. കാരണം നിങ്ങൾ നമ്മളെ വേദനിപ്പിച്ചിട്ടില്ല, എന്റെ സംഘടനയെ വേദനിപ്പിച്ചിട്ടില്ല, എന്റെ മതത്തെ വേദനിപ്പിച്ചിട്ടില്ല. നിങ്ങളെ വേദനിപ്പിക്കണം ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞൊരു പ്രയോഗമല്ല. അങ്ങനെ ഒരു പ്രയോഗത്തിൽ നിങ്ങൾക്ക് വന്ന വേദനയിൽ ഞങ്ങളോട് സോറി പറയാം. ശരി സാറേ, ഞാൻ എന്തായാലും നേരിട്ട് ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ എന്നാ സന്തോഷം. നിങ്ങൾ ചെയ്തത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾ കേട്ടത് എന്നെ കുറിച്ച് നിങ്ങൾക്ക് പരമാവധിയിലും നിങ്ങൾ കൈകാര്യം ചെയ്യാം. കാരണം ഞങ്ങളിപ്പോൾ സ്കോപ്പുകളൊക്കെ ഉണ്ടാവും. ഞങ്ങൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ള ആളാണ്. നമ്മളങ്ങനെ കോടതി നിങ്ങളൊന്നും ബന്ധപ്പെടുന്ന ഒരാളുമല്ല. എന്നിട്ടും നിങ്ങളത് എന്നോട് നേരിട്ട് ചോദിച്ചത് വളരെ സന്തോഷമാണ്. നിയമപരമായിട്ട് മുമ്പോട്ട് പോകണം എന്നാണ് എന്റെ അഡ്വക്കേറ്റിനെ അഡ്വൈസ് ചെയ്തത്. സത്യസന്ധമായിട്ട് ഞാൻ പറയാണ് സാറിന്റെ അടുത്ത്. അതായത് എന്നോട് 15 മിനിറ്റ് മുമ്പ് എന്നോട് എന്റെ അഡ്വക്കേറ്റ് വിളിച്ചു പറഞ്ഞു, സരിത ഇത് നിങ്ങൾ വിടരുത്, ഇത് നിങ്ങൾ എന്താന്ന് വെച്ചാൽ അത് നിയമത്തിന്റെ ഏതറ്റം വരെയും പോകണം. കാര്യം ഒരിക്കലും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഞാൻ ജാതി വിട്ട് സംസാരിക്കുന്നു. എനിക്ക് ജാതി എന്ന് പറയുന്നത് അവിടെ നിൽക്കട്ടെ. ഞാൻ ഹിന്ദു അല്ലെങ്കിൽ നായർ അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി അതൊക്കെ രണ്ടാമത്തെ വിഷയം. ഏറ്റവും ഫസ്റ്റ് വന്നിട്ട് ഞാനൊരു സ്ത്രീയാണ്. ഞാൻ ഒരു തെരുവ് വേശ്യകൾക്ക് പോലും മാന്യത കൽപ്പിക്കേണ്ട ഒരു ആവശ്യം ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അപ്പം എന്തായാലും ഞാൻ എന്റെ അഡ്വക്കേറ്റുമായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് ഞാൻ അദ്ദേഹം വിളിക്കും. ഓക്കെ, ശരി. പറയൂ. നമ്മളൊരു സാധാരണ ജോലിക്കാരനാണ്. ഇന്നങ്ങനെ സാധാരണ നമ്മളൊരു കാന്തപുര വിഭാഗത്തിൽപ്പെട്ട പിന്നെ അതുപോലെ മറ്റ് രാഷ്ട്രീയ വേദിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചില സംഘടനാപരമായി കൂട്ടത്തിൽ വന്ന ഒരു പ്രയോഗമാണ്. ആ പ്രയോഗം നമ്മൾ സാധാ ഒരു നിങ്ങളൊക്കെ അയൽവക്കത്തൊക്കെ പദ്ധതിയുടെ അധ്യാപകർ അങ്ങനത്തെ ഒരു സാധാ അധ്യാപകനാണ്. അപ്പൊ നമ്മളത് പ്രസംഗത്തിൽ നോക്കിയിരുന്നത് ആരായതുകൊണ്ട് അത് നമ്മുടെ എതിരാളികളായ ആളുകൾ എന്ത് ചെയ്തു വേറെ കോലത്തിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചതാണ്. നമ്മൾ നിർവാചികളോട് സോറി പറയാൻ ഞാൻ ഇത്തരത്തിലത് ഞാൻ എന്തായാലും മഹോത്സവ ഒരു കാര്യം ചെയ്യും. ഞാൻ എന്തായാലും അഡ്വക്കേറ്റോട് സംസാരിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് കോണ്ടാക്ട് ചെയ്യാൻ പറയും. ഓക്കെ, ശരി.